നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള മുന്നൊരുക്കത്തിലേക്ക് ടീമുകൾ കടന്നിരിക്കുകയാണ്. ഇത്തവണ പാകിസ്ഥാൻ ആതിഥേയരാവുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം ദുബായിലാണ് നടക്കുന്നത്. ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യയുടെ അഭിമാന പ്രശ്നമായി മാറിയിട്ടുണ്ട്. രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഇന്ത്യ ശക്തമായ ടീമിനെയാണ് ചാമ്പ്യൻസ് ട്രോഫിക്കായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ മോശം ഫോമും പരിക്കും ഇന്ത്യയെ വേട്ടയാടുകയാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എളുപ്പമാകില്ലെന്നുറപ്പായി. ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ചില താരങ്ങൾ തഴയപ്പെട്ടതും വലിയ ചർച്ചയായിരുന്നു. അതിലൊരാളാണ് സഞ്ജു സാംസൺ. ഏകദിനത്തിൽ 56 ശരാശരി ഉണ്ടായിട്ടും സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ ഇടം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. T20യിൽ മാത്രമായി സഞ്ജു ഒതുക്കപ്പെടുകയാണ്. KL രാഹുലും ഋഷഭ് പന്തുമാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർമാർ. 2015 ഇന്ത്യക്കായി അരങ്ങേറ്റം നടത്തിയ താരമാണ് സഞ്ജു. എന്നാൽ സഞ്ജുവിന് ശേഷം അരങ്ങേറിയവരിൽ പലരും ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിലുണ്ട്. ഇത് ആരൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ 4-ാം നമ്പറിൽ ശ്രേയസ് അയ്യർ കളിക്കുമെന്നാണ് വിവരം. ഇടവേളയ്ക്ക് ശേഷമാണ് ശ്രേയസ് ഇന്ത്യയുടെ ഏകദിന ടീമിലേക്ക് എത്തുന്നത്. ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ ഇന്ത്യൻ ടീമിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട താരമാണ് ശ്രേയസ് അയ്യർ. എന്നാൽ ഇപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ച് ഫോം തെളിയിച്ച് ശ്രേയസ് ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ മധ്യനിരയിൽ നിർണായക റോളാണ് ശ്രേയസിനുള്ളത്. സഞ്ജു സാംസണിന് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ മറ്റൊരു താരമാണ് ശ്രേയസ് അയ്യർ. 2017 ശ്രേയസ് ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ചത്. സഞ്ജുവിനേക്കാൾ മുമ്പ് ഏകദിനത്തിൽ അരങ്ങേറാൻ ശ്രേയസിനായിരുന്നു. 2017 ശ്രേയസ് T20 ഏകദിന അരങ്ങേറ്റം നടത്തിയപ്പോൾ സഞ്ജുവിന്റെ ഏകദിന അരങ്ങേറ്റം 2021 മധ്യനിരയിൽ കളിച്ച് മികവ് കാട്ടാൻ സഞ്ജുവിന് ശേഷിയുണ്ടെങ്കിലും ഇന്ത്യ ശ്രേയസ് അയ്യരിൽ വിശ്വാസം അർപ്പിക്കുകയായിരുന്നു. ഇന്ത്യയുടെ ഇടം കയ്യൻ ഓപ്പണറാണ് യശസ്വി ജയ്സ്വാൾ. കടന്നാക്രമിച്ച് കളിക്കുന്ന ജയ്സ്വാൾ 3 ഫോർമാറ്റിലും ഇന്ത്യക്കായി കസറിയ താരങ്ങളിൽ ഒരാളാണ്. 23-കാരനായ ജയ്സ്വാൾ 2023 ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിക്കുന്നത്. ഇന്ത്യക്കായി T20യിലും ടെസ്റ്റിലും കസറുമ്പോഴും ഏകദിന ടീമിലേക്ക് താരം പരിഗണിക്കപ്പെട്ടിരുന്നില്ല. ഇപ്പോഴിതാ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യയുടെ ടീമിലൂടെ ഏകദിന ടീമിലേക്കും ജയ്സ്വാളിന് വിളി എത്തിയിരിക്കുകയാണ്. Under-19 ക്രിക്കറ്റ് ലോകകപ്പിൽ മികവ് കാട്ടി വളർന്ന ജയ്സ്വാൾ സൂപ്പർ താരമായി വളർന്നത് IPLൽ രാജസ്ഥാൻ റോയൽസിലൂടെയാണ്. സഞ്ജു സാംസണിന് കീഴിൽ കളിച്ചു വളർന്ന താരമാണ് ജയ്സ്വാൾ. എന്നാൽ സഞ്ജുവിന് ഇടം ലഭിക്കാത്ത ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ യശസ്വി ജയ്സ്വാളിനും വിളി എത്തിയിട്ടുണ്ട്. അടുത്ത ഇന്ത്യൻ നായകനായി പോലും വളരാൻ ശേഷിയുള്ള ജയ്സ്വാളിൽ ടീം വലിയ പ്രതീക്ഷയാണ് വയ്ക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ. വലം കയ്യൻ ഓപ്പണറെ വിരാട് കോഹ്ലിക്ക് ശേഷം അടുത്ത സൂപ്പർ താരമായാണ് ഇന്ത്യ വളർത്തിക്കൊണ്ടുവരുന്നത്. 2019 ഇന്ത്യൻ ടീമിൽ അരങ്ങേറിയ ഗില്ല് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓപ്പണർ റോളിൽ ഇന്ത്യക്കൊപ്പം ഉണ്ടാകും. സഞ്ജു സാംസന്റെ അരങ്ങേറ്റം കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷമാണ് ഗിൽ ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ടെസ്റ്റിലും ഏകദിനത്തിലും ഗില്ലിന് നിർണായക സ്ഥാനം ടീമിലുണ്ട്. എന്നാൽ T20 ടീമിൽ അദ്ദേഹം സജീവമല്ല. ഋഷഭ് പന്ത് ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിക്കുന്നത് 2017 ഏകദിനത്തിലെ കണക്കുകൾ പ്രകാരം ഋഷഭ് സഞ്ജുവിനേക്കാൾ താഴെയാണ്. എന്നിട്ടും ഋഷഭിനാണ് ഇന്ത്യ അവസരം നൽകിയത്. വാഷിംഗ്ടൺ സുന്ദറും സഞ്ജുവിന് ശേഷം അരങ്ങേറ്റം നടത്തിയ താരമാണ്.